ശാന്തി. ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങൾക്ക് ഒരു ബാബയിൽ നിന്നും ഏകമതം ലഭിക്കുന്നു. അതിനെ അദ്വൈത മതം എന്ന് പറയുന്നു. ഈ അദ്വൈത മതത്തിലൂടെ നിങ്ങൾക്ക് ദേവതയാകണം. ചോദ്യം: മനുഷ്യർ ഈ ഭൂലയ്യയുടെ കളിയിൽ ഏറ്റവും മുഖ്യമായ ഏതൊരു കാര്യമാണ് മറന്നുപോയത്? ഉത്തരം: നമ്മുടെ വീട് എവിടെയാണ്? അതിൻ്റെ വഴി തന്നെ ഈ കളിയിൽ വന്ന് മറന്നുപോയി. വീട്ടിലേക്ക് എപ്പോൾ പോകണം, എങ്ങനെ പോകണം എന്നറിയുകയില്ല. ഇപ്പോൾ ബാബ വന്നിരിക്കുന്നു നിങ്ങളെല്ലാവരെയും കൂടെ കൊണ്ടുപോകാൻ. നിങ്ങളുടെ ഇപ്പോഴുള്ള പുരുഷാർത്ഥമാണ് ശബ്ദത്തിനുപരി സ്വീറ്റ് ഹോമിലേക്ക് പോകുന്നതിൻ്റെ. ഗീതം: രാത്രിയിലെ യാത്രക്കാര ക്ഷീണിച്ചു പോകരുത്. ഓം ശാന്തി. ഗീതത്തിൻ്റെ അർത്ഥം മറ്റാർക്കും മനസ്സിലാക്കുവാൻ സാധിക്കില്ല ഡ്രാമ പ്ലാൻ അനുസരിച്ച്. മനുഷ്യരുടെ ഇങ്ങനെയുള്ള ചില ഗീതങ്ങൾ തയ്യാറാക്കപ്പെട്ടിട്ടുണ്ട്. അത് നിങ്ങളെ സഹായിക്കുന്നു. കുട്ടികൾ മനസ്സിലാക്കുന്നു, ഇപ്പോൾ നമ്മൾ തന്നെ ദേവീ ദേവത ആയിക്കൊണ്ടിരിക്കുന്നു. ആ പഠനം പഠിക്കുന്നവർ പറയും, നമ്മൾ ഡോക്ടറും ബാരിസ്റ്ററും ആയിക്കൊണ്ടിരിക്കുന്നു എന്ന്. നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്, നമ്മൾ തന്നെ ദേവതയായിക്കൊണ്ടിരിക്കുന്നു പുതിയ ലോകത്തിലേക്ക് വേണ്ടി. നിങ്ങൾക്ക് മാത്രമേ ഈ ചിന്ത വരുന്നുള്ളൂ. അമരലോകമെന്നും പുതിയ ലോകമെന്നും സത്യയുഗത്തെയാണ് പറയുന്നത്. ഇപ്പോഴാണെങ്കിൽ സത്യയുഗവുമില്ല, ദേവതമാരുടെ രാജ്യവുമല്ല. ഇവിടെ ഉണ്ടാവുക സാധ്യമല്ല. നിങ്ങൾക്കറിയാം, ഈ ചക്രം കറങ്ങി ഇപ്പോൾ നമ്മൾ കലിയുഗത്തിൻ്റെയും അന്തിമത്തിൽ വന്ന് എത്തിച്ചേർന്നിരിക്കുന്നു. മറ്റാരുടെയും ബുദ്ധിയിൽ ചക്രം വരികയില്ല. അവരാണെങ്കിൽ സത്യയുഗത്തിന് 1,00,000 വർഷങ്ങൾ കൊടുക്കുന്നു. കുട്ടികളായ നിങ്ങൾക്ക് ഈ നിശ്ചയമുണ്ട്, തീർച്ചയായും ഈ 5000 വർഷത്തിനു ശേഷം ചക്രം കറങ്ങിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യർ 84 ജന്മങ്ങൾ തന്നെയാണ് എടുക്കുന്നത്, കണക്കുണ്ടല്ലോ. ഈ ദേവീ ദേവതാ ധർമ്മത്തെ അദ്വൈത ധർമ്മമെന്നും പറയുന്നു. അദ്വൈത ശാസ്ത്രമായും കണക്കാക്കപ്പെടുന്നു. അതും ഒന്ന് തന്നെയാണ്. ബാക്കി അനേകം ധർമ്മങ്ങളുണ്ട്, ശാസ്ത്രങ്ങളും അനേകമുണ്ട്. നിങ്ങൾ ഒന്നാണ്. ഒന്നിലൂടെ ഒരു മതം ലഭിക്കുന്നു. അതിനെ പറയുന്നത് അദ്വൈത മതം എന്നാണ്. ഈ അദ്വൈത മതം നിങ്ങൾക്ക് ലഭിക്കുന്നു. ദേവീ ദേവതയാകുന്നതിന് വേണ്ടിയുള്ളതാണ് ഈ പഠനം. അതിനാൽ ബാബയെ ജ്ഞാനസാഗരമെന്നും നോളജ്ഫുൾ എന്നും പറയുന്നു. കുട്ടികൾ മനസ്സിലാക്കുന്നു, നമ്മെ ഭഗവാനാണ് പഠിപ്പിക്കുന്നത് പുതിയ ലോകത്തിലേക്ക് വേണ്ടി. ഇത് മറക്കുവാൻ പാടില്ല. സ്കൂളിൽ സ്റ്റുഡൻറ് എപ്പോഴെങ്കിലും ടീച്ചറിനെ മറക്കുമോ? ഇല്ല. ഗൃഹസ്ഥ വ്യവഹാരത്തിൽ ഇരിക്കുന്നവരും കൂടുതൽ പൊസിഷൻ നേടുന്നതിനു വേണ്ടി പഠിക്കുന്നു. നിങ്ങളും ഗൃഹസ്ഥ വ്യവഹാരത്തിൽ ഇരുന്നു കൊണ്ട് പഠിക്കുന്നു, തൻ്റെ ഉന്നതി ചെയ്യുന്നതിനായി. മനസ്സിൽ ഇത് വരണം, നമ്മൾ പരിധിയില്ലാത്ത ബാബയിൽ നിന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നു. ശിവബാബയും ബാബയാണ്, പ്രജാപിത ബ്രഹ്മാവും ബാബയാണ്. പ്രജാപിത ബ്രഹ്മാവ് ആദിദേവൻ എന്ന നാമം ഉള്ളവനാണ്. കേവലം പാസ്റ്റ് ആയിരിക്കുന്നു. ഇതുപോലെ ഗാന്ധിജിയും പാസ്റ്റ് ആയിരിക്കുന്നു. ഗാന്ധിജിയെ ബാപ്പുജി എന്ന് പറയുന്നു. പക്ഷേ മനസ്സിലാക്കുന്നില്ല, ഇങ്ങനെ പറയുന്നുവെന്ന് മാത്രം. ഈ ശിവബാബ സത്യം സത്യമാണ്. ബ്രഹ്മബാബയും സത്യം സത്യമാണ്. ലൗകിക പിതാവും സത്യം സത്യമാണ്. ബാക്കി മേയറിനെയും മറ്റും അതുപോലെ ബാപ്പു എന്ന് പറയുന്നു. അതെല്ലാം ആർട്ടിഫിഷ്യലാണ്. ഇതാണ് റിയൽ. പരമാത്മാവാകുന്ന പിതാവ് വന്ന് ആത്മാക്കളെ പ്രജാപിത ബ്രഹ്മാവിലൂടെ തൻ്റേതാക്കി മാറ്റുന്നു. ആ ഒന്നിന് തീർച്ചയായും അനേകം കുട്ടികളുണ്ടാകും.
എല്ലാവരും ശിവബാബയുടെ സന്താനം തന്നെ. ആ ഒന്നിനെ എല്ലാവരും ഓർമ്മിക്കുന്നു. എങ്കിലും ചിലരൊക്കെ ആ ഒന്നിനെ മാനിക്കുന്നില്ല. ഉറച്ച നാസ്തികർ ആയിരിക്കുന്നു. ഇത് സാങ്കല്പിക ലോകത്തെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നവർ പറയുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ബാബ മനസ്സിലാക്കിച്ചു തരുന്നു. ഇത് ബുദ്ധിയിൽ ഓർമ്മ വയ്ക്കൂ. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. പഠിപ്പിക്കുന്നത് ശിവ് ബാബയാണ്. ഇത് രാവും പകലും ഓർമ്മയുണ്ടായിരിക്കേണ്ടതാണ്. ഇതിനെ മായ ഓരോ നിമിഷവും മറപ്പിക്കുന്നു. അതിനാൽ ഓർമ്മിക്കേണ്ടതുണ്ട്. അച്ഛൻ, ടീച്ചർ, ഗുരു മൂന്നിനെയും മറന്നു പോകുന്നു. ഒന്ന് തന്നെയാണ്, എങ്കിലും മറന്നു പോകുന്നു. രാവണനോടുള്ള യുദ്ധം ഇതിലാണ്. ബാബു പറയുന്നു, ഹേ ആത്മാക്കളെ, നിങ്ങൾ സദോ പ്രധാനമായിരുന്നു, ഇപ്പോൾ തമോ പ്രധാനമായിരിക്കുന്നു. എപ്പോഴാണോ ശാന്തിധാമത്തിൽ ആയിരുന്നത് അപ്പോൾ പവിത്രമായിരുന്നു. പ്യൂരിറ്റി ഇല്ലാതെ ഒരാത്മാവിനും മുകളിലിരിക്കുവാൻ സാധിക്കില്ല. അതിനാൽ എല്ലാ ആത്മാക്കളും പതീത പാവനായ ബാബയെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. എപ്പോഴാണോ എല്ലാവരും പതീതവും തമോ പ്രധാനവും ആകുന്നത് അപ്പോൾ ബാബ വന്ന് പറയുന്നു, ഞാൻ നിങ്ങളെ സദോ പ്രധാനമാക്കി മാറ്റുന്നു. നിങ്ങൾ എപ്പോഴാണോ ശാന്തിധാമത്തിലായിരുന്നത് അപ്പോൾ അവിടെ എല്ലാവരും പവിത്രമായിരുന്നു. അപവിത്രമായ ആത്മാവിന് അവിടെ ഇരിക്കുവാൻ സാധിക്കില്ല. എല്ലാവർക്കും ശിക്ഷകൾ അനുഭവിച്ച് തീർച്ചയായും പവിത്രമാകണം. പവിത്രമാകാതെ ആർക്കും തിരിച്ചു പോകുവാൻ സാധിക്കില്ല. ബ്രഹ്മത്തിൽ ലയിച്ചുവെന്നും ഇന്ന് ജ്യോതിയിൽ ലയിച്ചുവെന്നും ചിലർ പറയുന്നു. ഇതെല്ലാം ഭക്തി മാർഗത്തിലെ അനേകം മതങ്ങളാണ്. നിങ്ങളുടെ ഈ ഒന്ന് അദ്വൈത മതമാണ്. മനുഷ്യനിൽ നിന്നും ദേവതയാക്കുവാൻ ഒരു ബാബയ്ക്ക് സാധിക്കുകയുള്ളൂ. കൽപ്പകൽപ്പങ്ങളിൽ ബാബ പഠിപ്പിക്കുവാനായി വരുന്നു. ബാബയുടെ ആക്ട് കൃത്യമായി കഴിഞ്ഞ കൽപ്പത്തിലേതുപോലെ തന്നെ നടക്കുന്നു. ഇത് അനാദിയും മുൻകൂട്ടി തയ്യാറാക്കപ്പെട്ടതുമായ ഡ്രാമയാണല്ലോ. സൃഷ്ടിചക്രം തിരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. സത്യുഗം, ത്രേത, ദ്വാപര, കലിയുഗം, പിന്നീടാണ് ഈ സംഗമയുഗം. മുഖ്യധർമ്മങ്ങളും ഇവയാണ്: ഡേറ്റിസം, ഇസ്ലാമിസം, ബുദ്ധിസം, ക്രിസ്ത്യനിസം. അതായത് ഇതിൽ രാജധാനി നടക്കുന്നു. ബ്രാഹ്മണരുടെ രാജധാനിയില്ല, കൗരവരുടെയും രാജധാനിയില്ല. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾക്ക് പരിധിയില്ലാത്ത ബാബയെ ഓരോ നിമിഷവും ഓർമ്മിക്കണം. നിങ്ങൾ ബ്രാഹ്മണർക്കും മനസ്സിലാക്കിച്ചു കൊടുക്കുവാൻ സാധിക്കും. ബാബ വളരെയധികം തവണ മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്. ഏറ്റവും ആദ്യമാണ് കുടുമിയായ ബ്രാഹ്മണർ. ബ്രഹ്മാവിൻ്റെ വംശാവലി നിങ്ങളാണ് ഏറ്റവും ആദ്യത്തെ. ഇത് നിങ്ങൾ അറിയുന്നുണ്ട്. പിന്നെ ഭക്തി മാർഗത്തിൽ നമ്മൾ തന്നെയാണ് പൂജ്യനിൽ നിന്നും പൂജാരിയാകുന്നത്. വീണ്ടും ഇപ്പോൾ നമ്മൾ പൂജ്യരായിക്കൊണ്ടിരിക്കുന്നു. ആ ബ്രാഹ്മണർ ഗൃഹസ്ഥികളാണ്, സന്യാസിയല്ല. സന്യാസി ഹഠയോഗിയാണ്. വീടും കുടുംബവും ഉപേക്ഷിക്കുന്നത് ഹഠമാണല്ലോ. ഹഠയോഗികളും അനേകം പ്രകാരത്തിലുള്ള യോഗം പഠിപ്പിക്കുന്നു. ജയ്പൂരിൽ ഹഠയോഗികളുടെയും മ്യൂസിയം ഉണ്ട്. രാജയോഗത്തിൻ്റെ ചിത്രമില്ല. രാജയോഗത്തിൻ്റെ ചിത്രമുള്ളത് തന്നെ ഇവിടെ ദിൽവാഡയിലാണ്. ഇതിൻ്റെ മ്യൂസിയം ഇല്ല. ഹഠയോഗത്തിന് എത്ര മ്യൂസിയമുണ്ട്? രാജയോഗത്തിൻ്റെ ക്ഷേത്രം ഇവിടെ ഭാരതത്തിലാണ് ഉള്ളത്. ഇതാണ് ചൈതന്യം. നിങ്ങൾ ഇവിടെ ചൈതന്യത്തിലിരിക്കുന്നു. മനുഷ്യർക്ക് സ്വർഗം എവിടെയാണ് എന്നത് ഒട്ടും തന്നെ അറിയില്ല. ദിൽവാല ക്ഷേത്രത്തിൽ താഴെ തപസ്യയിലിരിക്കുന്നു. പൂർണ്ണമായ സ്മാരകമാണ്. തീർച്ചയായും സ്വർഗം മുകളിൽ തന്നെയാണ് കാണിക്കേണ്ടി വരുന്നത്. മനുഷ്യർ പിന്നെ മനസ്സിലാക്കുന്നത് സ്വർഗം മുകളിലാണ്. ഈ ചക്രം തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. പകുതി കൽപ്പത്തിനു ശേഷം സ്വർഗം താഴേക്ക് പോകും.
പിന്നെ പകുതി കൽപ്പം സ്വർഗം മുകളിലേക്ക് വരും. ഇതിന്റെ ആയുസ് എത്രയാണ് ആർക്കും അറിയില്ല. നിങ്ങൾക്ക് ബാബ മുഴുവൻ ചക്രവും മനസ്സിലാക്കിച്ചു തന്നു. നിങ്ങൾ ജ്ഞാനമെടുത്ത് മുകളിലേക്ക് പോകുന്നു. ചക്രം പൂർത്തിയാകുന്നു. പിന്നെ പുതിയതായി ചക്രം ആരംഭിക്കും. ഇത് ബുദ്ധിയിൽ നടക്കേണ്ടതാണ്. ഏതുപോലെ ആ നോളജ് പഠിക്കുമ്പോൾ ബുദ്ധിയിൽ പുസ്തകവും മറ്റുമെല്ലാം ഓർമ്മയുണ്ടായിരിക്കുമല്ലോ. ഇതും പഠനമാണ്. ഇത് നിറഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. മറന്നു പോകുവാൻ പാടില്ല. ഈ പഠനം വൃദ്ധർ, യുവാക്കൾ, കുട്ടികൾ തുടങ്ങിയ എല്ലാവർക്കും പഠിക്കാൻ അവകാശമുണ്ട്. കേവലം അൽഫിനെ അറിയണം. അൽഫിനെ അറിഞ്ഞു എങ്കിൽ ബാബയുടെ പ്രോപ്പർട്ടിയും ബുദ്ധിയിൽ വരും. മൃഗങ്ങൾക്ക് പോലും കുട്ടികളും മറ്റുമെല്ലാം ബുദ്ധിയിലുണ്ടായിരിക്കും. കാട്ടിലേക്ക് പോയാലും വീടും കാളക്കുട്ടിയും ഒക്കെ ഓർമ്മ വന്നുകൊണ്ടിരിക്കും. തനിയെ അന്വേഷിച്ചു വരുന്നു. ഇപ്പോൾ ബാബ പറയുന്നു, കുട്ടികളെ എന്നെ മാത്രം ഓർമ്മിക്കൂ, തൻ്റെ വീടിനെയും ഓർമ്മിക്കൂ. അവിടെ നിന്നും നിങ്ങൾ വന്നിരിക്കുകയാണ് പാട്ട് അഭിനയിക്കുവാൻ. ആത്മാവിന് വീട് വളരെ പ്രിയമായി തോന്നുന്നു. എത്ര ഓർമ്മിക്കുന്നു, പക്ഷേ വഴി മറന്നുപോയി. നിങ്ങളുടെ ബുദ്ധിയിലുണ്ട് നമ്മൾ വളരെ ദൂരെയാണ് വസിക്കുന്നത്. എന്നാൽ അവിടെ എങ്ങനെയാണ് പോകേണ്ടത്, എന്തുകൊണ്ട് നമുക്ക് പോകുവാൻ സാധിക്കുന്നില്ല, ഇതൊന്നും അറിയുന്നില്ല. അതിനാൽ ബാബ പറഞ്ഞു തന്നിട്ടുണ്ട്, ഭൂൽ ഭുലയ്യയുടെ കളിയും ഉണ്ടാക്കുന്നു. എവിടെ നിന്നും പോകുന്നുവോ അവിടത്തെ വാതിലടയും. ഇപ്പോൾ നിങ്ങൾ അറിയുന്നു, ഈ യുദ്ധത്തിനു ശേഷം സ്വർഗത്തിന്റെ വാതിൽ തുറക്കുന്നു. ഈ മൃത്യുലോകത്തിൽ നിന്നും എല്ലാവരും പോകും. ഇത്രയും മനുഷ്യരെല്ലാം നമ്പർ വാർ ധർമ്മമനുസരിച്ചും പാട്ടനുസരിച്ചും പോയി നിവസിക്കും. നിങ്ങളുടെ ബുദ്ധിയിൽ ഈ എല്ലാ കാര്യങ്ങളുമുണ്ട്. മനുഷ്യർ ബ്രഹ്മതത്വത്തിൽ പോകുന്നതിനായി എത്ര പ്രയത്നിക്കുന്നു. വാണിക്ക് ഉപരി പോകണം. ആത്മാവ് ശരീരത്തിൽ നിന്നും വേർപെട്ട് പോകുമ്പോൾ പിന്നെ ശബ്ദം ഉണ്ടായിരിക്കുന്നില്ല. കുട്ടികൾക്കറിയാം, അത് നമ്മുടെ സ്വീറ്റ് ഹോമാണ്. പിന്നെ ദേവതമാരുടേത് സ്വീറ്റ് രാജധാനിയാണ്, അദ്വൈത രാജധാനി. ബാബ വന്ന് രാജയോഗം പഠിപ്പിക്കുന്നു, മുഴുവൻ നോളജ് മനസ്സിലാക്കിക്കുന്നു. പിന്നെ ഭക്തിയിൽ അതിൻ്റെ ശാസ്ത്രവും മറ്റും ഇരുന്ന് ഉണ്ടാക്കിയിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ആ ശാസ്ത്രങ്ങളോ മറ്റോ പഠിക്കേണ്ടതില്ല. ആ സ്കൂളുകളിലാണെങ്കിൽ വൃദ്ധരൊന്നും പഠിക്കുന്നില്ല. ഇവിടെയാണെങ്കിൽ എല്ലാവരും പഠിക്കുന്നു. കുട്ടികളായ നിങ്ങൾ അമരലോകത്തിൽ ദേവതയായി മാറുന്നു. അവിടെ ആരുടെയെങ്കിലും അപകീർത്തി ഉണ്ടാകുന്ന തരത്തിലുള്ള വാക്കുകൾ പറയുന്നില്ല. ഇപ്പോൾ നിങ്ങൾക്കറിയാം, സ്വർഗം പാസ്റ്റായി, അതിന് മഹിമയുണ്ട്. എത്ര ക്ഷേത്രങ്ങൾ നിർമ്മിക്കുന്നു. അവരോട് ചോദിക്കൂ, ഈ ലക്ഷ്മി നാരായണൻ എപ്പോഴാണ് ഉണ്ടായിരുന്നത്? ഒന്നും അറിയില്ല. ഇപ്പോൾ നിങ്ങൾക്കറിയാം, നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകണം. കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തന്നു, ഓം എന്നതിൻ്റെ അർത്ഥം വേറെയാണ്, സോഹം എന്നതിൻ്റെ അർത്ഥം വേറെയാണ്. അവർ പിന്നെ ഓം എന്നതിൻ്റെയും സോ ഹംസോ എന്നതിൻ്റെയും അർത്ഥം ഒന്നാക്കി. നിങ്ങൾ ആത്മാക്കൾ ശാന്തിധാമത്തിൽ വസിക്കുന്നവരാണ്. പിന്നെ പാട്ട് അഭിനയിക്കുവാൻ വരുന്നു. ദേവത, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ ആകുന്നു. ഓം എന്നാൽ ഞാൻ ആത്മാവ്. എത്ര വ്യത്യാസമുണ്ട്. അവർ പിന്നെ രണ്ടിനെയും ഒന്നാക്കുന്നു. ഇത് ബുദ്ധിയിലൂടെ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ചിലർ പൂർണ്ണ രീതിയിൽ മനസ്സിലാക്കുന്നില്ല. അപ്പോൾ പിന്നെ ഉറക്കം തൂങ്ങിക്കൊണ്ടിരിക്കുന്നു. സമ്പാദ്യത്തിൽ ഒരിക്കലും ഉറക്കം തൂങ്ങാറില്ല. ആ സമ്പാദ്യമാണെങ്കിൽ അല്പകാലത്തേക്കുള്ളതാണ്, ഇതാണെങ്കിൽ പകുതി കൽപ്പത്തേക്കുള്ളതാണ്. പക്ഷേ ബുദ്ധി മറ്റു ഭാഗത്തേക്ക് അലയുന്നു. അപ്പോൾ പിന്നെ ക്ഷീണിച്ചു പോകുന്നു, കോട്ടുവാ ഇട്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ കണ്ണുകൾ അടച്ച് ഇരിക്കേണ്ടതില്ല. നിങ്ങൾക്കറിയാം, ആത്മാവ് അവിനാശിയാണ്, ശരീരം വിനാശിയാണ്.
കലിയുഗി നരകവാസി മനുഷ്യരെ കാണുന്നതും നിങ്ങളെ കാണുന്നതും തമ്മിൽ രാപകലിന്റെ വ്യത്യാസമുണ്ടാകുന്നു. നമ്മൾ ആത്മാക്കൾ ബാബയിലൂടെ പഠിക്കുന്നു. ഇത് ആർക്കും അറിയില്ല. ജ്ഞാനസാഗരനായ പരംപിത പരമാത്മാവ് വന്ന് പഠിപ്പിക്കുന്നു. നമ്മൾ ആത്മാവ് കേട്ടുകൊണ്ടിരിക്കുന്നു. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ വികർമ്മം വിനാശമാകും. നിങ്ങളുടെ ബുദ്ധി മുകളിലേക്ക് പോകും. ശിവ് ബാബ നമ്മെ നോളജ് കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിൽ വളരെയധികം റിഫൈൻഡ് ബുദ്ധി ആവശ്യമാണ്. ബുദ്ധിയെ റിഫൈൻ ആക്കുന്നതിനായി ബാബ യുക്തി പറഞ്ഞു തരുന്നു. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കുന്നതിലൂടെ ബാബ തീർച്ചയായും ഓർമ്മ വരും. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കുന്നത് തന്നെ ബാബയുടെ ഓർമ്മ ഉണ്ടായിരിക്കുവാനാണ്, സംബന്ധം ഉണ്ടായിരിക്കുവാനാണ്. അത് മുഴുവൻ കൽപ്പത്തിലും മുറിഞ്ഞുപോയി. അവിടെയാണെങ്കിൽ പ്രാപ്തിയാണ്, സുഖം തന്നെ സുഖമാണ്, ദുഃഖത്തിന്റെ കാര്യമേ ഇല്ല. അതിനെ ഹെവൻ എന്ന് പറയുന്നു. ഹെവൻലി ഗോഡ് ഫാദർ തന്നെയാണ് ഹെവന്റെ അധികാരിയാക്കുന്നത്. അങ്ങനെയുള്ള ബാബയെ പോലും എത്ര മറന്നു പോകുന്നു. ബാബ വന്ന് കുട്ടികളെ അഡോപ്റ്റ് ചെയ്യുന്നു. മാർവാടികൾ വളരെയധികം അഡോപ്റ്റ് ചെയ്യുന്നുവല്ലോ. അപ്പോൾ അവർക്ക് സന്തോഷമുണ്ടായിരിക്കുമല്ലോ. ഞാൻ ധനികന്റെ മടിയിലേക്ക് വന്നിരിക്കുന്നു. ധനികന്റെ കുട്ടി ദരിദ്രന്റെ അടുക്കൽ ഒരിക്കലും പോവുകയില്ല. ഇത് പ്രജാപിത ബ്രഹ്മാവിന്റെ കുട്ടികളാണ്. അപ്പോൾ തീർച്ചയായും മുഖവംശാവലി ആയിരിക്കുമല്ലോ. നിങ്ങൾ ബ്രാഹ്മണർ മുഖവംശാവലിയാണ്. അവരാണെങ്കിൽ കുഖവംശാവലി, അതായത് ഗർഭത്തിലൂടെ ജനിക്കുന്നവർ. ഈ വ്യത്യാസം നിങ്ങൾ അറിയുന്നുണ്ട്. എപ്പോഴാണോ നിങ്ങൾ മനസ്സിലാക്കിച്ചു കൊടുക്കുന്നത് അപ്പോൾ മുഖവംശാവലി ആകും. ഇത് അഡോപ്ഷനാണ്. സ്ത്രീയെ എന്റെ സ്ത്രീ എന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോൾ സ്ത്രീ മുഖവംശാവലിയാണോ കുഖവംശാവലിയാണോ? സ്ത്രീ അതായത് പത്നി മുഖവംശാവലി തന്നെയാണ്. പിന്നെ എപ്പോൾ കുട്ടികൾ ഉണ്ടാകുന്നു അവർ കുഖവംശാവലിയാണ്. ബാബു പറയുന്നു, ഇതെല്ലാം മുഖവംശാവലിയാണ്. എന്റേത് എന്ന് പറയുന്നതിലൂടെ എന്റേതായിരിക്കുന്നുവല്ലോ. എന്റെ കുട്ടികളാണ്. ഇത് പറയുന്നതിലൂടെ ലഹരി കയറുന്നു. അപ്പോൾ ഇതെല്ലാം മുഖവംശാവലിയാണ്. ആത്മാക്കൾ മുഖവംശാവലിയല്ല. ആത്മാവ് അനാദി അവിനാശിയാണ്. നിങ്ങൾക്കറിയാം ഈ മനുഷ്യ സൃഷ്ടി എങ്ങനെ ട്രാൻസ്ഫർ ആകുന്നു എന്ന്. പോയിന്റ്സ് കുട്ടികൾക്ക് വളരെയധികം ലഭിക്കുന്നു. എന്നിട്ടും ബാബു പറയുന്നു, മറ്റൊന്നും ധാരണയാകുന്നില്ല, വായി പ്രവർത്തിക്കുന്നില്ല എങ്കിൽ ശരി, നിങ്ങൾ ബാബയെ ഓർമ്മിച്ചു കൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ പ്രഭാഷണവും മറ്റും ചെയ്യുന്നവരെക്കാളും ഉയർന്ന പദവി നേടുവാൻ സാധിക്കും. പ്രഭാഷണം നടത്തുന്നവർ ചില സമയം കൊടുങ്കാറ്റിൽ വീണു പോകുന്നു. അവർ വീഴുന്നില്ലെങ്കിൽ ബാബയെ ഓർമ്മിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ കൂടുതൽ പദവി നേടുവാൻ സാധിക്കും. ഏറ്റവും അധികം ആരാണോ വികാരത്തിൽ വീഴുന്നത്, അപ്പോൾ 5 നിലയിൽ നിന്നും വീഴുന്നതിലൂടെ എല്ലുകൾ തകരുന്നു. 5ാമത്തെ നിലയാണ് ദേഹാഭിമാനം. 4ാമത്തെ നിലയാണ് കാമം. പിന്നെ താഴേക്കിറങ്ങി വരൂ. ബാബ പറയുന്നു, കാമം മഹാശത്രുവാണ്. നമ്മൾ വീണുപോയി എന്ന് എഴുതുന്നുമുണ്ട്. ക്രോധത്തിന്റെ കാര്യത്തിൽ ഇങ്ങനെ പറയില്ല, നമ്മൾ വീണുപോയി എന്ന്. മുഖം കറുപ്പിക്കുന്നതിലൂടെ വലിയ മുറിവേൽക്കുന്നു. പിന്നെ കാമം മഹാശത്രുവാണ് എന്ന് മറ്റുള്ളവരോട് പറയുവാൻ സാധിക്കില്ല. ബാബ വീണ്ടും വീണ്ടും മനസ്സിലാക്കിച്ചു തരുന്നു, ക്രിമിനൽ കണ്ണുകളെ വളരെയധികം സൂക്ഷിക്കണം. സത്യയുഗത്തിൽ നഗ്നമാകുന്നതിന്റെ കാര്യമേ ഇല്ല. ക്രിമിനൽ ഐ ഉണ്ടായിരിക്കുന്നില്ല, സിവിൽ ഐ ഉണ്ടാകുന്നു. അതാണ് സിവിലിയൻ രാജ്യം. ഈ സമയം ക്രിമിനൽ ലോകമാണ്. ഇപ്പോൾ നിങ്ങളുടെ ആത്മാവിന് സിവിൽ ഐസ് ലഭിക്കുന്നു. അത് 21 ജന്മം പ്രവർത്തിക്കുന്നു. അവിടെ ആരും തന്നെ ക്രിമിനൽ ആകുന്നില്ല. ഇപ്പോൾ മുഖ്യമായ കാര്യം ബാബ മനസ്സിലാക്കിക്കുന്നു. ബാബയെ ഓർമ്മിക്കൂ
84ന്റെ ചക്രത്തെ ഓർമ്മിക്കൂ. ഇതും അത്ഭുതമാണ്. ആരാണോ ശ്രീനാരായണൻ, അതേ ആൾ അന്തിമത്തിൽ വന്ന് ഭാഗ്യശാലി രഥമാകുന്നു. ആ ഒന്നിൽ ബാബയുടെ പ്രവേശനമുണ്ടാകുന്നു. അപ്പോൾ ഭാഗ്യശാലിയാകുന്നു. ബ്രഹ്മ സോ വിഷ്ണു, വിഷ്ണു സോ ബ്രഹ്മ. ഈ 84 ജന്മങ്ങളുടെ ഹിസ്റ്ററി ബുദ്ധിയിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാപ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ബാബയുടെ ഓർമ്മയിലൂടെ ബുദ്ധിയെ റിഫൈൻ ആക്കണം. ബുദ്ധി പഠനം കൊണ്ട് സദാ നിറഞ്ഞിരിക്കട്ടെ. ബാബയും വീടും സദാ ഓർമ്മ വയ്ക്കണം, ഓർമ്മ വരുത്തുകയും വേണം. ഈ അന്തിമ ജന്മത്തിൽ ക്രിമിനൽ ഐ സമാപ്തമാക്കി സിവിൽ ഐ ഉണ്ടാക്കണം. ക്രിമിനൽ കണ്ണുകളെ വളരെയധികം സൂക്ഷിക്കണം. വരദാനം: ദാതാവിൻ്റെ സ്ഥിതിയിലൂടെയും ഉൾക്കൊള്ളുവാനുള്ള ശക്തിയിലൂടെയും സദാ വിഘ്നവിനാശകനും പരിഹാര സ്വരൂപവുമായി ഭവിക്കട്ടെ. വിഘ്നവിനാശകനും പരിഹാര സ്വരൂപവും ആകുന്നതിനുള്ള വരദാനം വിശേഷിച്ച് 2 കാര്യങ്ങളുടെ ആധാരത്തിലാണ് പ്രാപ്തമാകുന്നത്. ഒന്ന്, സദാ സ്മൃതി ഉണ്ടായിരിക്കണം. നമ്മൾ ദാതാവിൻ്റെ കുട്ടികളാണ്. അതിനാൽ എനിക്ക് സർവർക്കും നൽകേണ്ടതുണ്ട്. റിഗാർഡ് ലഭിച്ചുവെങ്കിൽ, സ്നേഹം ലഭിച്ചുവെങ്കിൽ സ്നേഹിയാകാം എന്നത് പാടില്ല. എനിക്ക് നൽകണം. 2, സ്വയം പ്രതിയും സംബന്ധ സമ്പർക്കത്തിൽ സർവരെ പ്രതിയും ഉൾക്കൊള്ളുന്നതിൻ്റെ ശക്തി സ്വരൂപ സാഗരം ആകണം. ഈ 2 വിശേഷതകളിലൂടെ ശുഭഭാവനയാലും ശുഭകാമനയാലും സമ്പന്നമായ പരിഹാര സ്വരൂപമായി മാറും. സ്ലോഗൻ: സത്യത്തെ തൻ്റെ സഹചാരിയാക്കൂ. അപ്പോൾ താങ്കളുടെ തോണി ഒരിക്കലും മുങ്ങിപ്പോവുകയില്ല. അവ്യക്ത സൂചന: സ്വയവും സർവരെ പ്രതിയും മനസ്സിലൂടെ യോഗത്തിൻ്റെ ശക്തികളുടെ പ്രയോഗം ചെയ്യൂ. എപ്പോഴാണോ മനസ്സിൽ സദാ ശുഭഭാവനയും ശുഭ ആശീർവാദങ്ങളും നൽകുന്നതിൻ്റെ നാച്ചുറൽ അഭ്യാസം ഉണ്ടാകുന്നത്, അപ്പോൾ താങ്കളുടെ മനസ്സ് ബിസിയാകും. മനസ്സിൽ ഏതൊരു ചഞ്ചലതയാണോ ഉണ്ടാകുന്നത്, അതിൽ നിന്നും സ്വതവേ തന്നെ അകന്നു മാറും. തൻ്റെ പുരുഷാർത്ഥത്തിൽ എന്തെല്ലാം നിരാശ ഉണ്ടാകുന്നുവോ അത് ഉണ്ടാവുകയില്ല. മാന്ത്രിക മന്ത്രമായി മാറും. ഓം ശാന്തി. ഒരു ബാബ, രണ്ടാമതാരുമില്ല എന്ന ഗഹന തപസ്യയുടെ വിധിയിലൂടെ ഞാൻ ആത്മാവ് വിധാതാവും വരദാതാവുമായ ബാബയിൽ നിന്നും ശാന്തിയുടെയും ശക്തിയുടെയും ഖജനാവുകൾ ശേഖരിക്കുകയാണ്. സമ്പന്നമായ സ്ഥിതി കൈവരിക്കുകയാണ്. മന്മനാഭവയുടെ മന്ത്രസ്വരൂപമായ ഞാൻ ലൈറ്റ് ഹൗസ്, മൈറ്റ് ഹൗസ് ആകുന്നു. വിശ്വത്തിൽ വിദൂര സ്ഥാനങ്ങളിലായി അശാന്തരും ബലഹീനരുമായ എത്ര ആത്മാക്കളാണ്. അങ്ങനെയുള്ള ആത്മാക്കൾക്ക് ഞാൻ ശാന്തിയുടെയും ശക്തി
ശക്തിയുടെയും പ്രകാശകിരണങ്ങൾ നൽകുകയാണ്. ഈ ശ്രേഷ്ഠ വൈബ്രേഷൻ വിശ്വമാകെ വ്യാപിക്കുകയാണ്. അശാന്തരും ബലഹീനരുമായ ആത്മാക്കൾ ശാന്തിയും ശക്തിയും സ്വീകരിച്ച് അവരുടെ ശാന്തിയാകുന്ന ആത്മധർമ്മത്തിൽ സ്ഥിതി ചെയ്യട്ടെ. ശക്തി സമ്പന്നമായി മാറട്ടെ. तेरे प्यार को संजोए, नैनों को है भिगोए, यादों के मोतियों को सांसों में है पिरोए। वो सद्गुणों के सागर भरने हर एक गागर, हर हिय तुम्हें बुलाता सादर पधारिए, सादर पधारिए। आनंद के प्रदाता हे स्नेह शक्ति दाता, अव्यक्त बाप दादा सादर पधारिए, सादर पधारिए।